ഇവിടെ ഒരു പവർ ഫെയിലിയേഴ്സ് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിക്കുകയുണ്ടായി. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇതൊരു സാധാരണ MPPT ആയിട്ടും വർക്ക് ചെയ്യും, ആസ് വെൽ ആസ് KCB പോകുന്ന സമയത്ത് മാത്രം ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പെയിൻ പോയിൻ്റ് ആണ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സോളാർ എന്നുള്ള വൈദ്യുതി ലഭിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്കൊരു ബാറ്ററി സിസ്റ്റത്തിലേക്ക് ഡേ ടൈമിൽ പവർ പോകുന്ന സമയത്ത് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാവുന്നൊരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് ലൈവായിട്ട് യൂസ് ചെയ്യും. എക്സസ് ഉള്ളത് KCBയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുക. ഇൻ കേസ് ഓഫ് KCBയിൽ എന്തെങ്കിലും ഇൻട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 200 മില്ലി സെക്കൻഡിൽ നമ്മുടെ ഈ പവർ ജനറേഷൻ സ്റ്റോപ്പ് ചെയ്ത് കളയും. ആൻറ്റി എലൻഡിങ് എന്ന് പറയും. നമ്മൾ KCB ആയിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൻറ്റി എലൻഡിങ് ചെയ്യുന്നത്. മാൻഡേറ്ററി ആയിട്ട് എല്ലാ സിസ്റ്റത്തിനും ഇത് ആവശ്യമാണ്. ആ സമയത്ത് നമുക്ക് വീട്ടിലെ ഒരു പവർ ഔട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് നമ്മുടെ DC DBയിൽ നിന്നും നമുക്ക് അത്രയും വോൾട്ടേജ് ഹൈ വോൾട്ടേജാണ്, DC ഹൈ വോൾട്ടേജാണ്, നമ്മൾ സ്ട്രിങ് ഇൻവേർട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹൈ വോൾട്ടേജിനെ നമ്മളൊരു MPPT സിസ്റ്റത്തിൽ കൊണ്ടുവരികയും ആ MPPTന്ന് നമ്മൾ ബാറ്ററി സിസ്റ്റത്തിലേക്ക് ചാർജ് ചെയ്യുവാണ് ഈ ഒരു സൊല്യൂഷൻ വഴി ചെയ്യുന്നത്. നമ്മളുടെ മുന്നിലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആശാ പവർ എന്നുള്ള ബ്രാൻഡിൻ്റെ സൈറസ് 50 എന്നുള്ളൊരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ബാറ്ററിയും 4 ബാറ്ററി വരെ കൊടുക്കാവുന്നൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ആശാ പവറിൻ്റെ സൈറസ് 60 എന്നുള്ള ഹൈബ്രിഡ് പ്രോ MPPT മോഡല്. ഇപ്പോൾ ഇതിൽ കാണാം നമുക്ക് 450 വോൾട്ട് വരെ DC നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ അത് 24 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇതൊരു സാധാരണ MPPT ആയിട്ടും വർക്ക് ചെയ്യും, ആസ് വെൽ ആസ് നമുക്കൊരു ഹൈബ്രിഡ് എന്ന് വെച്ചാൽ KCB പോകുന്ന സമയത്ത് മാത്രം DC പവറിനെ സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് ഇത്. ഇപ്പോൾ ഈ ഒരു സൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പഴയ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, സിംഗിൾ ബാറ്ററിയിൽ. ഈ ഒരു പഴയ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു. ഇതിനെ 2800 VA ലൂമിനസിൻ്റെ ഇൻവെർട്ടറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മളൊരു ബാറ്ററി കൂടി ആഡ് ചെയ്തു. അങ്ങനെ 24 വോൾട്ടിലേക്ക് മാറ്റി അഗെയിൻ നമ്മുടെ MPPTയുടെ സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഗ്രിഡ് വോൾട്ടേജ് കാണാം 257 ഗ്രിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സോളാറിൽ നിന്ന് ഇപ്പോൾ പവർ എടുക്കുന്നില്ല. അഗെയിൻ ബാറ്ററിയുടെ മോഡ് നമുക്ക് ലെഡ് ആസിഡും അതുപോലെ ലിഥിയം ബാറ്ററിയിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. കണ്ടോ, SPV വോൾട്ടേജും ആംബിയറും 0 ആണ്. നിലവിൽ നമ്മുടെ DC ഇതിലേക്ക് വന്നിട്ടില്ല. വൺസ് നമ്മുടെ KCB ലൈൻ എപ്പോൾ പോകുന്നു ആ സമയത്തേക്ക് നമ്മുടെ ഈ താഴെ MC4 DBന്ന് ഇവിടെ ലൈൻ എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഈ ലൈൻ നമ്മുടെ DC DBന്ന് വന്നിരിക്കുന്നതാണ്. അത് MC4 വഴി MPPTയിലേക്ക് ഇൻപുട്ടായിട്ട്. ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് അറൗണ്ട് ഒരു 26 വോൾട്ടോളം ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഗ്രിഡ് പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ നോർമൽ ഇൻവെർട്ടർ മോഡിലാണ് നിൽക്കുന്നത്. വൺസ് ഗ്രിഡ് പോകുന്ന സമയത്ത് ഇത് ഷിഫ്റ്റ് ആകും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെ ഇൻവെർട്ടറാണ്. അതോടൊപ്പം നമ്മൾ പ്രീമിയം DBs കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മുടെ ഹൈബ്രിഡ് MPPTയിലേക്കുള്ള വയറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് DC DBയിൽ നിന്നും ലൈൻ പാനൽ ചെയ്യുന്നു, AC DBയിൽ നിന്നും ഒരു സെൻസിങ് ലൈൻ പാനൽ ചെയ്യുന്നു. ഈ 2 ലൈനും നമ്മുടെ ഈ ഒരു കേബിൾ വഴി നമ്മുടെ MPPTയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺസ് KCB ലൈൻ പോയി കഴിഞ്ഞാൽ MPPTയുടെ അകത്തുള്ളൊരു റിലേ ആക്ട് ചെയ്യുകയും ഈ DCനെ MPPTയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വൺസ് KCB തിരിച്ച് വന്നു കഴിഞ്ഞാൽ DC MPPTയിലേക്കുള്ള കോൺടാക്റ്റ് ഡിസ്കണക്ട് ചെയ്യും, വീണ്ടും ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലേക്കുള്ള ലൈൻ ചാർജ് ആകുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ DC ലൈനിനെ നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു ബാറ്ററി സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അദാനിയുടെ 545 വാട്ട്സിൻ്റെ 6 പാനൽ വെച്ചിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. 3 കിലോവാട്ടിൻ്റെ പവർ പ്ലാന്റാണ്. അപ്പോൾ അറൗണ്ട് ഞങ്ങളിത് കഴിഞ്ഞിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അറൗണ്ട് ഒരു 8 മാസത്തോളമായി. ഇവിടെ ഒരു പവർ ഫെയിലിയേഴ്സ് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വിളിക്കുകയുണ്ടായി. അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ ആദ്യം ഹൈബ്രിഡ് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഹൈബ്രിഡിലേക്ക് പോകേണ്ട രീതിക്കുള്ളൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് MPPT സിസ്റ്റത്തിലേക്കാണ് കസ്റ്റമർ സജസ്റ്റ് ചെയ്തത്. പക്ഷേ കസ്റ്റമർ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിന് പവർ ഫെയിലിയേഴ്സ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ഹൈബ്രിഡ് MPPT ഒരു 3 കിലോവാട്ട് പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താണ് കണ്ടത്. നമുക്ക് നമ്മളൊരു സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പലരുടെയും നീഡ് ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് ബാക്കപ്പ് വേണ്ടവരുണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ യൂസേജ് വേണ്ടവരുണ്ടാകും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള സോളാർ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു സോളാർ എക്സ്പേർട്ടുമായിട്ട് തന്നെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഫർദറായിട്ടുള്ള അസിസ്റ്റൻസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാർ. താങ്ക് യു.